ഇപ്പോഴിതാ അമേരിക്ക 50% താരിഫ് ഇന്ത്യയിൽ ഏർപ്പെടുത്തിയതിനു ശേഷം നരേന്ദ്രമോദിയെ വലിയ രീതിയിൽ അമേരിക്കയുടെ നറാവോ അടക്കം കുറ്റപ്പെടുത്തിയതിനു ശേഷം അമേരിക്ക ഇന്ത്യയുടെ കാൽ കീഴിലെത്തിയിരിക്കുകയാണ്. അമേരിക്ക ഇന്ത്യയോട് ഒരു സഹായം ആവശ്യപ്പെടുകയാണ്. ഇപ്പോൾ ദയവ് ചെയ്ത് സഹായിക്കണമെന്നാണ് അമേരിക്ക ഇന്ത്യയോട് പറയുന്നത്. എന്താണ് അമേരിക്ക ചോദിക്കുന്നത്? ഇത് തന്നെയാണ് പലപ്പോഴായിട്ടും അമേരിക്കയുടെ പല ഡിപ്ലോമാറ്റ്സും ഡൊണാൾഡ് ട്രംപിൻ്റെ കാതിൽ മൊഴിഞ്ഞുകൊണ്ടിരുന്നത്. കാരണം നിങ്ങൾ അമേരിക്കയെ ഇത്തരത്തിൽ ശത്രുവാക്കി മാറ്റുകയാണെങ്കിൽ ചൈന എന്ന് പറയുന്ന രാജ്യത്തെ പിടിച്ചുകെട്ടുക അമേരിക്കയ്ക്ക് അസാധ്യമായിരിക്കും. ഇന്ത്യയും ചൈനയും റഷ്യയും അടുത്ത് കഴിഞ്ഞാൽ, അവരൊരു സഖ്യമുണ്ടാക്കി കഴിഞ്ഞാൽ, ബ്രിക്സ് ലോകരാജ്യങ്ങൾക്കിടയിൽ വലിയൊരു ശക്തിയായി വളർന്നു കഴിഞ്ഞാൽ, അവരൊരു ബാങ്ക് തുടങ്ങിയാൽ, കറൻസി ഇറക്കിയാൽ അമേരിക്ക പിന്നെ നശിക്കുന്ന കാഴ്ചയായിരിക്കും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് എന്നൊക്കെ ട്രംപിൻ്റെ കാതിൽ പല ഇവർ പറഞ്ഞതാണ്. പക്ഷേ ട്രംപ് അതൊന്നും ചെവിക്കൊണ്ടില്ല. ഇപ്പോഴിതാ ആഗോള രാഷ്ട്രീയത്തിൽ പുതിയതും പരസ്പര വിരുദ്ധവുമായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഉയർന്നു വന്നിരിക്കുന്നത്. അപൂർവ ഭൂമിധാതുക്കളുടെ മേഖലയുള്ള ചൈനയുടെ നിയന്ത്രണം തടയാൻ അമേരിക്ക ഇന്ത്യയുടെയും യൂറോപ്യൻ രാജ്യങ്ങളുടെയും സഹകരണം ആവശ്യപ്പെടുകയാണ്. എന്നാൽ മറുവശത്ത് ഇന്ത്യക്ക് മേൽ തന്നെ കനത്ത തീരുവയും അമേരിക്ക ചുമത്തിയിരിക്കുന്നു. അപ്പോൾ ഒരു വശത്ത് ഇന്ത്യയെ ഒരു കൈകൊണ്ട് അടിക്കുകയും മറുവശത്ത് ഇന്ത്യയോട് കൈനീട്ടി യാചിക്കുകയും ചെയ്യുകയാണ് അമേരിക്ക. അപൂർവ ഭൂമിധാതുക്കളുടെ മേലുള്ള ചൈനയുടെ നിയന്ത്രണത്തിൽ നിന്ന് അകന്നു നിൽക്കാൻ ഇന്ത്യയും യൂറോപ്യൻ രാജ്യങ്ങളും പിന്തുണ പ്രതീക്ഷിക്കുന്നുവെന്ന് US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബസന്റ് ഒരു മാധ്യമത്തിന് കൊടുത്ത അഭിമുഖത്തിൽ പറയുന്നു. US-ന്റെ നിലവിലെ വ്യാപാര നയം കണക്കിലെടുക്കുമ്പോൾ ബസന്റിൻ്റെ ഈ പ്രസ്താവന പരസ്പര വിരുദ്ധമായി കണക്കാക്കപ്പെടുന്നു. കാരണം US ഇന്ത്യക്ക് 50% തീരുവ ചുമത്തിയിട്ടുണ്ട്. ഇതിനു മുമ്പ് ബസന്റ് തന്നെ ഇന്ത്യക്കെതിരെ തുറന്ന പ്രസ്താവനകൾ നടത്തിയിട്ടുണ്ട്. അതായത് ബസന്റ് തന്നെ ഇന്ത്യയെ കുറ്റപ്പെടുത്തി സംസാരിച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് യാതൊരു ഉളുപ്പുമില്ലാതെ ബസന്റ് കൈനീട്ടി ഞങ്ങളെ രക്ഷിക്കണമെന്നും ഇന്ത്യയോട് യാചിക്കുന്നത്. എന്തായാലും ചൈന വേഴ്സസ് ബാക്കിയുള്ള ലോകരാജ്യങ്ങളാണ് ഇപ്പോൾ നടക്കുന്ന യുദ്ധമെന്നാണ് ബസന്റ് അടക്കമുള്ളവർ പറയുന്നത്. ഇന്ത്യ ഇതിനെ എങ്ങനെ കാണുമെന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതുവരെ പ്രസിഡന്റായിട്ടുള്ള ഡൊണാൾഡ് ട്രംപിനെ കാണാനോ ഒന്ന് തിരിഞ്ഞു നോക്കാനോ പോലും കൂട്ടാക്കിയിട്ടില്ല. ഈ ഒരു അവസരത്തിൽ കഴിഞ്ഞ ദിവസം ഡൊണാൾഡ് ട്രംപ് നരേന്ദ്രമോദി എൻ്റെ മികച്ച സുഹൃത്താണ് എന്നൊക്കെ വലിയ രീതിയിലുള്ള തള്ളൽ നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും തന്നെ ഇന്ത്യ കേട്ടതായി പോലും ഭാവിക്കുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.